നിരാലംബരെയും അവഗണിക്കപ്പെട്ടവരെയും രോഗികളെയും ശുശ്രൂഷിക്കാൻ ജീവിതം സമർപ്പിച്ച കന്യാസ്ത്രീ സിസ്റ്റർ ഡോക്ടർ മേരി ലിറ്റിയുടെ സഹോദരപുത്രിയും ഇതേ സന്യാസഭയിൽ അംഗമായി. സമൂഹം ഉപേക്ഷിച്ചവരെ ദൈവസ്നേഹവും സാന്ത്വനവും പകർന്നുകൊടുത്ത് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിയെടുക്കാൻ സിസ്റ്റർ മേരി ലിറ്റിയും അവർ സ്ഥാപിച്ച ലിറ്റിൽ സെർവൻസ് ഓഫ് ദ ഡിവൈൻ പ്രൊവിഡൻസ് സന്യാസ സമൂഹത്തിൻ്റെയും പ്രവർത്തനങ്ങളിൽ ധാരാളം യുവതികളാണ് ഓരോ വർഷവും ആകൃഷ്ടരാകുന്നത്. അശരണരെയും നിരാലംബരെയും സ്നേഹപൂർവ്വം ശുശ്രൂഷിക്കുക എന്ന സഭയുടെ ലക്ഷ്യം അത് മാത്രമാണ് യുവതികളെ ആകർഷിക്കുന്നത്. സിസ്റ്റർ മേരി ലിറ്റിയുടെ സഹോദരൻ ഓലിയപ്പുറം ജിയോ പീറ്ററിൻ്റെയും ജാൻസിയുടെയും മകൾ സിസ്റ്റർ മേരി അനുഗ്രഹയാണ് ഇപ്പോൾ സന്യാസ സഭാവസ്ത്രം സ്വീകരിച്ചിരിക്കുന്നത്. കുന്നന്താനത്ത് വ്രതസ്വീകരണത്തിന് ശേഷം ഇടവകയായ കോതമംഗലം സെൻറ് ജോർജ് കത്തീഡ്രൽ ദേവാലയത്തിൽ താങ്ക്സ് ഗിവിംഗ് മാസും നടന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിലും നിരവധി വൈദികരും നേതൃത്വം നൽകി. ഇത് ഒരു കുടുംബത്തിൻ്റെയോ ഒരു ഇടവകയുടെയോ ഒരു സന്യാസ സമൂഹത്തിൻ്റെയോ മാത്രം സ്വന്തമല്ല, ദൈവത്തിന് സ്വന്തമായിട്ടുള്ള അനുഗ്രഹം ഇവിടെ ആയിരിക്കുന്നു. പേര് സൂചിപ്പിക്കുന്നത് തന്നെ അനുഗ്രഹമായിട്ടാണ് എല്ലായിടത്തേക്കും പോകുന്നത്. ഇന്നത്തെ വായനയിലും അനുസരിച്ചതാണ്. ബ്രഹത്തോട് ദൈവം പറയുകയാണ്, നീ ഒരു അനുഗ്രഹമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്, നീ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോൾ തന്നെ നിന്നെ ഞാൻ പേരിൽ വിളിച്ചു എന്നത്. മദർ ലിറ്റി ഈ കോൺഗ്രിഗേഷൻ തുടങ്ങുന്ന അവസരത്തിൽ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. പക്ഷെ ദൈവമാനെ ആശ്രയിച്ച് ജീവിച്ചപ്പോൾ ഒന്നിനും കുറവുണ്ടായില്ല. കോതമംഗലമാണ് സിസ്റ്റർ മേരി ലിറ്റിയുടെ ജന്മനാട്. ഇന്നത്തെ കോതമംഗലം രൂപതയിലെ കത്തീഡ്രൽ ഇടവകയിൽ രാമല്ലൂർ കരയിൽ ഓലിപ്പുറം കുടുംബത്തിൽ കൊച്ചോസേപ്പ് എന്ന OP ജോസഫിൻ്റെയും നെല്ലിമറ്റം പീച്ചാട്ട് ബ്രിജിത്തയുടെയും 7ാമത്തെ സന്താനമായി 1935 ഓഗസ്റ്റ് 2 പിറന്ന മേരി ലിറ്റിക്ക് 3 ആങ്ങളമാരും 3 ചേച്ചിമാരും ഉണ്ടായിരുന്നു. ഒരു ഡോക്ടറായി കാണാനുള്ള അപ്പൻ്റെ താല്പര്യവും ഒരു പുണ്യവതിയായി കാണാനുള്ള അമ്മയുടെ താല്പര്യവും സാക്ഷാത്കരിക്കപ്പെട്ടതാണ് മേരി ലിറ്റിയുടെ ജീവിതം. കുടുംബം മുഴുവൻ ആധ്യാത്മികതയ്ക്ക് 1ാം സ്ഥാനം കൊടുക്കണമെന്ന് അപ്പനും അമ്മയ്ക്കും നിർബന്ധമുണ്ടായിരുന്നു. കുന്നന്താനത്ത് പ്രത്യാശാഭവനും പിന്നീട് അതിനടുത്ത് ധ്യാനമന്ദിരവും സിസ്റ്റർ മേരി ലിറ്റി ആരംഭിച്ചു. ഏറ്റവും കൂടുതൽ വൈകല്യങ്ങളുള്ളവരും ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്യുന്നവർക്കാണ് ഇവിടെ ഏറ്റവും വലിയ പരിഗണന നൽകുന്നത്. സിസ്റ്റർ അനുഗ്രഹ ഉൾപ്പെടെ 6 യുവതികളാണ് ഈ സഭാസമൂഹത്തിൽ പുതുതായി സഭാവസ്ത്രം സ്വീകരിച്ചത്.